ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മളൊരു ബീഫ് കട്ട്ലറ്റിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു 1/4 കിലോ ബീഫ് കുക്കറിലിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ഇട്ട് നന്നായി വേവിച്ച് മാറ്റി വെക്കുക. ഒരു 3 കിഴങ്ങ് പുഴുങ്ങി മാറ്റി വെക്കുക. പിന്നെ ഒരു 4 സബോള ചെറുതായി അരിഞ്ഞ് ഒരു പ്ലേറ്റിൽ മാറ്റി വെക്കുക. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന ബീഫ് ഒരു മിക്സിയുടെ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാറ്റി വെക്കുക. നമ്മൾ പുഴുങ്ങിയ കിഴങ്ങ് ഒരു പാത്രത്തിലിട്ട് കൈകൊണ്ട് നല്ലതുപോലെ ഉടച്ച് തരികളൊന്നും കാണാത്ത രീതിയിൽ നമ്മൾ നല്ലതുപോലെ ഉടച്ച് എടുക്കുക. അതിനുശേഷം ഗ്യാസിലോട്ട് നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ച് പാത്രം ചൂടായതിനു ശേഷം ആവശ്യത്തിന് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. അതിനുശേഷം അതിലോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന സബോള ആഡ് ചെയ്യുക. സബോള പെട്ടെന്ന് വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് ഉപ്പും കൂടെ അതിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. സബോള നല്ലതുപോലെ വഴന്നതിന് ശേഷം അതിലോട്ട് 1 സ്പൂണ് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, 1 സ്പൂണ് മുളക് ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്യുക. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, ഞാൻ 1 സ്പൂൺ കൂടെ ആഡ് ചെയ്തുകൊണ്ട് എരിവ് കുറവായതുകൊണ്ടാണ്. എല്ലാവരുടെയും ആവശ്യാനുസരണം കൂട്ടിയും കുറച്ചും മുളക് പൊടി ചേർക്കാവുന്നതാണ്. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ അതിലോട്ട് 1 സ്പൂണ് ഗരം മസാല, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂണ് മീറ്റ് മസാല, ഇറച്ചി മസാലയും കൂടെ അതിലോട്ട് ആഡ് ചെയ്യുന്നു. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലതുപോലെ ഇളക്കുക. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമ്മൾ പുഴുങ്ങി വെച്ചിരുന്ന കിഴങ്ങ് മസാലയിലോട്ട് ആഡ് ചെയ്യുക. മസാലയും കിഴങ്ങും നല്ലതുപോലെ ഈ കിഴങ്ങിൽ മസാല പിടിക്കുന്ന രീതിയിൽ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം നമ്മൾ മിക്സിയിൽ ജസ്റ്റ് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീഫ് അതിലോട്ട് ആഡ് ചെയ്യുക. ആഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് 1 സ്പൂണ് മീറ്റ് മസാല, ചിക്കൻ മസാല ചേർക്കുക. എന്നിട്ട് ഇത് തണുക്കാൻ വെക്കുക. നല്ലതുപോലെ തണുത്തതിന് ശേഷം ഒരു 3 ബ്രെഡ് മിക്സിയിലിട്ട് പൊടിച്ച് അതിൽ മസാലയിലേക്ക് ആഡ് ചെയ്യുക. തണുത്ത മസാല ഇതുകൊണ്ട് നമുക്ക് കൈകൊണ്ട് നല്ലതുപോലെ യോജിപ്പിക്കുക. ബ്രെഡും മസാലയും എല്ലാം നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ ഓരോ ചെറിയ ഉരുളകളാക്കിയെടുത്ത് കൈവെള്ളക്കി വെച്ച് പരത്തി ചെറിയ കട്ട്ലേറ്റിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കാം. അതിനുശേഷം ഒരു 3 മുട്ട, ഒരു 4 ബ്രെഡ് പൊടിച്ചത്, കുറച്ച് മൈദ, ഇത് 3 ഒരു പാത്രത്തിലാക്കി എടുത്ത് വെക്കുക. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് ആദ്യം മൈദയിൽ ജസ്റ്റ് ഒന്ന് മുക്കി എടുക്കുക. എല്ലാം നല്ലപോലെ മൈദ പിടിച്ചതിന് ശേഷം മുട്ടയ്ക്കകത്ത് ജസ്റ്റ് ഒന്ന് മുക്കി അതിനുശേഷം നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡിനകത്തോട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഒരു പാൻ വെച്ചിട്ട് അതിലോട്ട് എണ്ണ ഒഴിക്കുക. എന്നിട്ട് നമ്മൾ നല്ലതുപോലെ ചൂടായതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് എണ്ണയ്ക്കകത്തോട്ടിട്ട് നല്ലതുപോലെ പൊരിച്ച് എടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു കട്ട്ലേറ്റാണ്. എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.